ആമയും മുയലും സ്റ്റോറീസ്. ഇത് മാത്രമാണ് മലയാളം എന്ന നിലയ്ക്ക് ഞാൻ പഠിച്ചിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ വേഗത്തിലും അതിനേക്കാൾ മുമ്പും ഞാൻ തമിഴ് പഠിച്ചു. ഞാൻ ആദ്യമായിട്ട് ഉച്ചരിച്ച വാക്കുകൾ തമിഴ് പത്രങ്ങളിൽ ഉണ്ടായിരുന്ന പടങ്ങളിൽ ശ്രീ രജനീകാന്തും കമലഹാസനും ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് പടത്തിൽ രജനീകാന്ത് ആണെന്ന് മനസ്സിലായി. ആ രജനീകാന്ത് എവിടെയാണ് എഴുതി വച്ചിരിക്കുന്നതെന്ന് അന്വേഷിച്ച് അത്രയും അക്ഷരങ്ങൾ ഞാൻ ഹൃദയസ്ഥമാക്കി. കമലഹാസൻ, ഇളയരാജ, വിജയകാന്ത്, ഗൗതമി, ഖുഷ്ബു, ജയലളിത, ഇങ്ങനെ സരോജാദേവി. മലയാളവുമായിട്ട് അതിൻ്റെ ലിപിയിൽ ഒരുപാട് ബന്ധമുള്ളതുകൊണ്ട്, സാമ്യതയുള്ളതുകൊണ്ട് വേഗം പഠിക്കുവാനായി. എന്ന് ഞാൻ തമിഴിൽ സംസാരിക്കും, നന്നായി സംസാരിക്കും എന്നാണ് നാട്ടുകാർ പറയുന്നത്, തമിഴർ പറയുന്നത്. അതുപോലെ തന്നെ എഴുതും, വായിക്കും,